പൂക്കാട്ടുപടിക്കടുത്ത് ബാവപ്പടി ബസ് റൂട്ടിൽ നിന്ന് 600 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീട്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക്, കാക്കനാട്, എടപ്പള്ളി, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 20 മുതൽ 30 മിനിറ്റ്സിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഈ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എട്ട് മീറ്റർ ടാർ റോഡിൽ നിന്നാണ് ഈ വില്ലയിലേക്കുള്ള ഈ റോഡ് കണക്റ്റ് ആവുന്നത്. ടാർ റോഡിൽ നിന്ന് 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. 4.5 മീറ്ററാണ് ഈ റോഡിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഈ വീടിന് സൗത്തിലേക്കും വെസ്റ്റിലേക്കും 2 എലിവേഷനാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ ക്ലാഡിംഗ് ടൈലും ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 5 മീറ്റർ ഓപ്പണിംഗ് സ്പേസ് ആണ് ഈ ഗേറ്റിനുള്ളത്. ഒരു ഭാഗത്ത് സ്ലൈഡിങ്ങും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇത് പോളിഷ് ചെയ്ത് ഗ്രാസ് വരാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 15 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിനുള്ളത്. ഈ വീടിന് 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് വരുന്നത്. ഇത് ഈ വീടിൻ്റെ സൗത്ത് സൈഡാണ്. 8 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സാണ് ഇരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലാണുള്ളത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറേ സൈഡിലാണുള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സാണ് ഇരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് അതിൻ്റെ വ്യൂ വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് സൈഡാണിത്. ഇവിടെ വലിയൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 9.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 13 അടി നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻറ്റ് നോക്കാം. ലിവിങ്ങിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ നിന്നാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10.5 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 8 അടിയിലേറെ നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്കുള്ളത്. വർക്ക് ഏരിയയുടെ വർക്കിനി ഫിനിഷ് ആവാനുണ്ട്. ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ്. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ബെഡ്റൂമിന് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടിയുണ്ട്. ആ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്റ്റെയറാണ് ഇവിടെയുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി വളരെ വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. 14 അടി നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയോ ഓഫീസ് സ്പേസ് ആയോ സ്റ്റഡി റൂമായോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിനുള്ളത്. ഇവിടെയായിട്ട് വളരെ ഭംഗിയായി ചെയ്തൊരു TV യൂണിറ്റ് കാണാം. നമുക്കിനി മുകളിലത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കാം. ഇവിടെയായിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെ നിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ ഈ റൂമിന് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടിയുണ്ട്. ഇവിടെയായിട്ടാണ് ആ ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ഈ ബാൽക്കണി ഈ ഒരു ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. ബസ് റൂട്ടിലേക്ക് 600 മീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 7.5 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെൻറ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.